പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് വെള്ളിയാഴ്ച. ഈശോയുടെ മക്കളെ, ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മൂന്നാളുകളാൽ കീറി മുറിക്കപ്പെട്ട നമ്മുടെ ഈശോ എത്ര അടികൾ കിട്ടി എനിക്ക് നിനക്കൊക്കെ വേണ്ടി. ഒരു സമാധാനം ഉണ്ടാവാൻ, ഒരു സന്തോഷം ഉണ്ടാവാൻ, ഒരു ജീവൻ ഉണ്ടാകാൻ, ഒരു സമൃദ്ധമായി ഉണ്ടാകാൻ. മക്കളെ, നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ വിചാരമുണ്ട്. എൻ്റെ നിങ്ങളെല്ലാവരും വിചാരം, ഞാനും പണ്ടങ്ങനെ വിചാരിച്ചിരുന്നുണ്ട്, ഇപ്പോഴല്ല. എന്താണെന്നറിയാമോ? ആണെങ്കിൽ വന്നേക്കാം, ധ്യാനം കൊണ്ടാണെങ്കിൽ എത്ര ദിവസമുണ്ട്, ഇവനെയൊക്കെ സഹിക്കണമല്ലോ, വഹിക്കണമല്ലോ. ആദ്യത്തെ 1-2 ദിവസമൊക്കെ അങ്ങനെ അങ്ങ് പോകും, 1.5 ദിവസമെങ്കിലും അങ്ങനെ പോകും, അല്ലേ മക്കളെ? ഞാനിപ്പോൾ ഇതിലായിട്ട് പറയണതല്ല, നമ്മളൊന്നുമല്ല, നമ്മളെക്കാൾ എത്ര ഒന്നിനും കൊള്ളാത്തവന്മാരായിരുന്നു അവര്. നമ്മളൊക്കെ എത്ര ഡീസൻ്റായിരുന്നു. അത്രയും ഒന്നിനും കൊള്ളാത്തവന്മാരെ ഒരു വിശുദ്ധനാക്കിയെങ്കിൽ സംസാരവും പ്രവൃത്തിയൊക്കെ അങ്ങനെ തന്നെ ആണോട്ടോ. വേറെ ഒന്നും കണ്ടിട്ടോ ഒന്നും ചിന്തിച്ചിട്ടോ ഒന്നും അല്ല. പറച്ചൽ വേറെ, പ്രവൃത്തി വേറെ, ജീവിതം വേറെ ആയിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. അല്ല, അതൊന്നും നിലനിൽക്കില്ല മക്കളെ, അതൊന്നും നിലനിൽക്കേയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം, അത് ഞാൻ പറയാറുണ്ട്. എത്രമാത്രം മദ്യപാനി, പുകവലി, അയ്യോ കൊട്ടേഷൻ. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്ക് വേണ്ടി മരിച്ചവനുണ്ട്, എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനുണ്ട്, അവന് ഒരു ലാഭവും ഇല്ല. ഹല്ലേലൂയ. അപ്പം ചോദിക്കും, പിന്നെ എന്തിനാന്ന്? ദൈവമല്ലേ. അപ്പനാണെങ്കിൽ അപ്പൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പന്. ദൈവം ഏൽപ്പിച്ച അപ്പന് മക്കളെ കൊടുത്തിരിക്കുന്ന ആ മക്കളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. മക്കളെ താന്തോണിയായിരിക്കാം, എന്ത് ചെയ്യാൻ പറ്റും? ചിലത് നന്നാവും, ചിലപ്പോൾ പോകും. പക്ഷെ അപ്പൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അപ്പൻ ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? മകനെ ആ വഴി പോകരുത്, മകനെ അങ്ങനെയാണ്, മകനെ ഇങ്ങനെയാണ്, മകനെ എന്തൊക്കെ പറയുന്നുണ്ട്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ മക്കളെ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയപ്പോൾ, ആ അടി വാങ്ങിയപ്പോൾ എത്ര ഈശോയ്ക്ക് വേദനിച്ചു. അതിൻ്റെ വില കൊണ്ടാണ് ഇന്ന് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നത്. അതിൻ്റെ വില കൊണ്ടാണ് നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പോകാൻ സാധിക്കുന്നത്. അതിൻ്റെ ബലത്തിലാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ബലത്തിലാണ് നമുക്ക് ഈശോയെ ധ്യാനിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ബലത്തിലാണ് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയി ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വിചാരിക്കാൻ പറ്റും, പോകാൻ പറ്റൂല. എന്തത്? നമ്മളൊരു എക്സാം പാസ്സാക്കി എടുത്തേക്കാണ് ഈശോ നമ്മളെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയെ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പോഴും കർത്താവിൻ്റെ ഒരു കര അവിടെയുണ്ട്. ഈശോ പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ വചനം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്തേ? കടലിന് കുറുകെ വഴിവെട്ടി കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വേദനകളും പ്രയാസങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ സമർപ്പിച്ച 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇതൊക്കെ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കാമെന്നുള്ള തീരുമാനമെടുക്കുക. അത്ഭുതം സംഭവിക്കും, അടയാളം സംഭവിക്കും. നീ വേറൊരു ലെവലിലേക്ക് വരും. നിനക്ക് ഉദ്ദേശം വേറെ ഒന്നും വേണ്ട. എൻ്റെ ഈശോയുടെ മോനായി മാറുക, മോളായി മാറുക. ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു അനുഗ്രഹം ഉണ്ടാക്കുക. എൻ്റെ ഈശോയെ, എനിക്കൊരു 5 പേരെയെങ്കിലും അടുത്ത ധ്യാനത്തിന് കൊണ്ടുപോകാൻ അവിടുന്ന് എനിക്ക് തരണമേ. നിൻ്റെ ചോദ്യത്തിന്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിൻ്റെ ആവശ്യങ്ങൾക്ക് ആരായിരുന്നാലും ഒറിജിനാലിറ്റി ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവമോട് അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ കൺമുമ്പിൽ നിന്നിൽ കൊണ്ടുതരും. ഹല്ലേലൂയ. മക്കളെ, ഇത് പറയുമ്പോഴൊക്കെ അങ്ങനെ പെട്ടെന്ന് സമ്മതിച്ചെന്ന് വരില്ല. പക്ഷേ അവരവിടെ ചെന്ന് ധ്യാനം കൂടി കഴിയുമ്പോഴും കൂടുന്ന സമയത്തും ദേഷ്യമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നീ പറഞ്ഞു വിട്ട വ്യക്തി ധ്യാനകേന്ദ്രത്തിലിരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് ലെവലാണ് മക്കളെ! അത് കഴിഞ്ഞിട്ട് നിന്നോട് വന്ന് നന്ദി പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ പൗലോസ് ശീലാസായിട്ട് നിങ്ങളണ്ട് മാറുകയല്ലേ. എന്ത് ലെവലിലേക്കാണ് പോകുന്നത്? അവരെന്നിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്താവുന്നു? അതാ കൂട്ടായ്മ വളരുകയാണ്.
യോഹന്നാൻ 1:7 അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നിങ്ങൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു സ്നേഹ കൂട്ടായ്മ ഉണ്ടാവും. യെസ്, ഇത് തന്നെ. സ്തുതിക്കുക മക്കളെ. ഹാലേലി ഹാലേലി ഹാലേലി. ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അടുത്ത വൺഡേ ധ്യാനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ, നന്ദി 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 കർത്താവേ. ഇന്നലെ കർത്താവായ ഈശോയെ ഇന്നലെ വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർ ധ്യാനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് തടസ്സമില്ലാതെ കർത്താവെ ജൂലൈ 3 ധ്യാനത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ, നന്ദി 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 നന്ദി. ഹാലേലി 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 ഹാലേലി. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായി നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നിത്യപിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.